ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെർട്ടിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബേസിക്സ് കഴിഞ്ഞുള്ള അഡ്വാൻസ് വീഡിയോയുടെ 8ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ 7ാമത്തെ വീഡിയോ വന്നതിന് ശേഷം ഒരു 1.5 കൂടുതൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിന്റെയും കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നത്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ഡെയിലി ഉള്ള മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിന്റെ വീഡിയോസും വീക്ക്ലി അനാലിസിസ് വീഡിയോസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തി ട്രേഡ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ടാണ് അടുത്ത വീഡിയോയുടെ നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈലിലെ വീഡിയോ നമ്പർ 8 എന്ന് പറഞ്ഞ ഡേ ടൈപ്പിനെ കുറിച്ച്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച വീഡിയോ പഠിച്ചു. നമ്മളെ ഓപ്പൺ ഓപ്ഷൻ, ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ്, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ്, ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഡേ ടൈപ്പ് ആണ്. അപ്പൊ ഡേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓഫ് ദി ഇനിഷ്യൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡേയ്സിനെ പല രീതിയിലേക്ക് ഡിവൈഡ് ചെയ്യും. ഇനിഷ്യൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിനെ പറയുന്ന പേരാണ് ഇനിഷ്യൽ ബാലൻസ്. സോ ഇനിഷ്യൽ ബാലൻസ് ബേസ്ഡ് ഓൺ ദി ഇനിഷ്യൽ ബാലൻസ് ഓഫ് ദി സെഷൻ വി ക്യാൻ ഡിവൈഡ് ദ ഡേയ്സ് ഇൻറ്റു ഡിഫറെന്റ്. അതായത് രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ഡേയ്സും അനദർ എന്ന് പറഞ്ഞാൽ നോൺ ട്രെൻഡിങ് ഡേയ്സ്. അതായത് ഇതിന്റെ ഒരു കീ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇയർലി ആയിട്ടുള്ള ഒരു ഡേ ടൈപ്പ് ഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിന്റെ ഒരു ജേണി നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഫോർ എക്സാമ്പിൾ വലിയൊരു ലാർജ് IB ഒക്കെ വരും. ഏകദേശം 200 പോയിന്റ് ഉള്ള നിഫ്റ്റി 1 മണിക്കൂറിനകത്ത് മൂവ് ചെയ്യുന്ന ദിവസങ്ങൾ നിങ്ങൾ ഓർത്തോണം. ആ ദിവസത്തിൽ വലിയ ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ തരാനുള്ള ചാൻസ് കുറവായിരിക്കും. അങ്ങനെ ഇവൻ തരണമെങ്കിൽ അത് ചിലപ്പോൾ അത് ഫെയിലിയർ ആവാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ബേസ്ഡ് ഓൺ ദ IB, ബേസ്ഡ് ഓൺ ദി ഇയർലി ആയിട്ട് നമുക്ക് ഡേ ടൈപ്പ് ഫോർമേഷൻ വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. So, based on the initial balance of the session, we can divide the days into different categories. One of the key benefits of the learning the market day types is once we identify them early in the session, we can have an educated guess of what expect until the day. അതായത് ഒന്നുമില്ല, നമുക്ക് നേരത്തെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് റിസ്ക് മാനേജ്മെന്റിന് വ്യക്തമായിട്ട് യൂസ് ചെയ്യാനും അതനുസരിച്ച് എവിടെ ഈ ദിവസം അവസാനിക്കുമെന്ന് നമുക്കൊരു ഗസ് ചെയ്ത്, എഡ്യൂക്കേഷണൽ ഗസ്, അതായത് പഠിത്തത്തോടു കൂടിയുള്ള ഗസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റും. ഇതിന്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രേഡിങ്ങിലെ MTM ഗ്രീന് വരും, അല്ലെങ്കിൽ റെഡ് വരും. ഗ്രീൻ MTM വരികയാണെങ്കിൽ നമ്മളെ എഡ്യൂക്കേഷണൽ ഗസ് കറക്റ്റ് ആയെന്ന് അർത്ഥം വരും. നെഗറ്റീവ് MTM അഥവാ റെഡ് MTM വരികയാണെങ്കിൽ നമ്മുടെ നമുക്ക് ലോസ് ആണ്, നമ്മൾ ഗസ് ചെയ്ത് കറക്റ്റ് ആയില്ല എന്നർത്ഥം. സോ നമുക്ക് ഡേ ടൈപ്സിന്റെ ആദ്യത്തെ ഡേ ടൈപ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡേ ടൈപ്സ് പഠിക്കാൻ പോകുന്ന രണ്ട് ദിവസം ഏതൊക്കെയാണ്? നമ്മൾ ഡേ ടൈപ്സ് പഠിക്കുന്ന ഡേ ടൈപ്സ് ഏതൊക്കെയാണ്? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നോർമൽ ഡേയും നോർമൽ വേരിയേഷൻ ഡേയും. ഇപ്പം കൃത്യത ഓർത്തോളുക. നമുക്കിപ്പോൾ ഡേ ടൈപ്സിൽ അടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് പോവാം. സോ ഡേ ടൈപ്സിൽ നമുക്ക് വരുന്ന ദിവസം നോൺ ട്രെൻഡ് ഡേ സ്ട്രക്ചർ എന്ന് പറയും. നോൺ ട്രെൻഡ് ഡേ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് തന്നെ, അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ഡേ സ്ട്രക്ചർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ട്രെൻഡ് ഡേയും നോൺ ട്രെൻഡേയും. നോൺ ട്രെൻഡ് ഡേക്ക് വരുന്ന 4 ഡേ ടൈപ്സ് ഉണ്ട്. അതിൽ 2 നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കും, 2 നാളെ വരാൻ പോകുന്ന വീഡിയോയിൽ പഠിക്കും. സോ നോൺ ട്രെൻഡിൽ വരുന്ന 2 ഡേയ്സ് ആണ് നോർമൽ ഡേയും നോർമൽ വേരിയേഷൻ ഡേയും. പിന്നെ മൂന്നാമത്തെ ന്യൂട്രൽ ഡേയും ന്യൂട്രൽ എക്സ്ട്രീം ഡേയും. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നോർമൽ ഡേയും നോർമൽ വേരിയേഷൻ ഡേയും ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആ നോർമൽ ഡേ, അതായത് ഇത് നോൺ ട്രെൻഡിങ് ഡേയ്സ് ആണ് ഈ 4 തരം: നോർമൽ ഡേ, ന്യൂട്രൽ എക്സ്ട്രീം ഡേ, നോർമൽ വേരിയേഷൻ ഡേ. സോ നമ്മൾ ആദ്യം നോർമൽ ഡേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നോർമൽ ഡേയ്സ് വിൽ ഹാവ് എ വൈഡ് ഇനിഷ്യൽ ബാലൻസ്. അതായത് ഒരു നിഫ്റ്റി സാധാരണ 50 പോയിന്റ് 60 പോയിന്റ് ഒക്കെ ആദ്യത്തെ 1 മണിക്കൂറിൽ മൂവ് ചെയ്യുന്ന നിഫ്റ്റി ചില ദിവസങ്ങളിൽ ആദ്യത്തെ 1 മണിക്കൂർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു എത്ര പോയിന്റ് മൂവ് ചെയ്യും? 200 പോയിന്റ് ഒക്കെ മൂവ് ചെയ്യും. ആ ദിവസങ്ങളെ നമ്മൾ പറയും ലാർജ് IB ഡേ എന്ന് പറയും. ലാർജ് IB ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വൈഡ് ഡേ. വൈഡ് ഡേ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾ ഓർത്തോണം, മാർക്കറ്റ് ആ ദിവസത്തിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിംഗ് കിട്ടാനുള്ള ചാൻസോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇത് നോക്കിയാൽ നോർമൽ ഡേ ആയിട്ട് അങ്ങനെ ട്രേഡിംഗ് കിട്ടുന്ന ചാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ദിവസത്തെ പറയുന്ന പേരാണ് നോർമൽ ഡേ എന്ന് പറയും. എനി ബ്രേക്ക് ഓഫ് IB വിൽ ഫെയ്ഡ് ആൻഡ് മാർക്കറ്റ് വിൽ റിവേഴ്സ് ടു ദ ഓൾഡ് ലെവൽ. അതായത് IB എക്സ്റ്റൻഷൻ തരിക, മുകളിലോട്ടോ താഴോട്ടോ IB എക്സ്റ്റൻഷൻ തരികയാണെങ്കിൽ അത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഫെയ്ഡ് ആവും എന്ന് പറഞ്ഞാൽ നടക്കൂല.
ഫെയ്ഡ് ആവാതെ തിരിച്ച് എവിടെ വന്ന് ക്ലോസ് ആവുന്ന, തിരിച്ച് എവിടെ വരെ ക്ലോസ് ആവും എന്ന് പറയും, തിരിച്ച് ഓട്ടോമാറ്റിക്കായി നമുക്ക് എവിടെ വരെ ക്ലോസ് ആവും, തിരിച്ച് നേരെ വന്ന് IB-ക്കകത്ത് തന്നെ വന്ന് ക്ലോസ് ആവും, ഫെയ്ഡ് ആകും. ആ ട്രേഡിന് എക്സെഷൻ നടക്കൂല. അങ്ങനത്തെ ദിവസങ്ങളെ പറയുന്ന പേരാണ് വൈഡ് IB ഡേ. It indicates the large time frame traders entered the IB period itself. They don't want any follow through. അതായത് വലിയ പ്ലേയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഫോളോ അപ്പ് വേണ്ട. അന്നത്തെ ദിവസം അവർക്ക് ഫോളോ അപ്പ് വേണ്ട. കാരണം എന്ന് വെച്ചാൽ അവരെന്താണ്, ഡേ ട്രേഡർ ഇല്ല, അവരൊരു പൊസിഷണൽ വ്യൂ ആയിട്ട് വന്നവരാണ്. സോ അവർക്ക് അന്നത്തെ ദിവസങ്ങളിൽ മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അങ്ങനത്തെ ദിവസങ്ങളാണ് ഈ നോർമൽ ഡേ എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ട്രേഡേഴ്സ് ആക്റ്റീവ് ഇൻ സ്കാൽപ്പിംഗ്, ദേ ഡോണ്ട് ഹാവ് എനി പവർ ഓഫ് IB എക്സ്ചേഞ്ച്. അതായത് അവർക്ക് ഷോർട്ട് ടൈം ആൾക്കാർ എന്ത് പറ്റും, ഷോർട്ട് ടൈം ആൾക്കാർ അത് അതായത് ഷോർട്ട് ടൈം ട്രേഡേഴ്സ് ആക്റ്റീവ് ഇൻ സ്കാൽപ്പിംഗ് ആൻഡ് ദേ ഡോണ്ട് ഹാവ് എനി പവർ ഫോർ IB എക്സ്ചേഞ്ച്. അതായത് ചെറിയ ലോട്ട് സൈസ് ട്രേഡേഴ്സ് ഒക്കെ വരാറുണ്ട്, പക്ഷെ അവർക്ക് ഒരു എക്സ്റ്റൻ തരാനുള്ള കപ്പാസിറ്റി കാണില്ല. അങ്ങനത്തെ ദിവസങ്ങളെ പറയുന്ന പേരാണ് നോർമൽ ഡേയ്സ്. പ്രൈസ് റൊട്ടേറ്റ്സ് നിയർ ദി POC, അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം പ്രൈസ് POCയുടെ ഭാഗത്ത് തന്നെ കളിക്കും. സോ നമുക്ക് അതിന്റെ ഒരു ഒന്നുകൂടെ പറയാം. നോർമൽ ഡേയ്സ് ആർ വൈഡ്, അതായത് ലാർജ് ഐബിയുടെ റേഞ്ച് സാധാരണ 60, അതായത് എയും ബിയും, എ ടൈം ഫ്രെയിം പ്ലസ് ബി ടൈം ഫ്രെയിം ഈസ് കാൾഡ് IB. ഈ IB-യുടെ സമയത്ത് ലാർജ് IB വരും, ഏകദേശം 200, 210, 150, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ പോകുമ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 140 പോയിന്റ് IB വരും. ആ IB ഒക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനിഷ്യൽ ബാലൻസ് ഡേ വരും. ആ ദിവസങ്ങളിലും ഈ ദിവസങ്ങളാണ് ഈ നോർമൽ ഡേയ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ്, അതിനെ മുകളിൽ ബ്രേക്ക് ചെയ്ത് പോകാൻ നോക്കുമെങ്കിൽ നടക്കൂല. ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് ഫെയ്ഡ് ചെയ്യും, തിരിച്ച് വീണ്ടും പഴയ ലെവലിലോട്ട് വരും. അതായത് ലാർജ് ഐ ബി എന്ന് പറഞ്ഞാൽ ബിഗർ പ്ലെയർ എൻട്രി ചെയ്തിട്ടുള്ളവര് എന്ത് ചെയ്യും, അവർക്ക് എക്സ്റ്റൻഷൻ അന്ന ദിവസം വേണ്ട. അവരുടെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ മൾട്ടി ഡേ ആയതുകൊണ്ട് അവർ വേണമെങ്കിൽ കുറെ ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയുള്ളതായിരിക്കും. ഷോർട്ട് ടൈം ഫ്രെയിമായ ഇൻട്രാഡേ പ്ലെയേഴ്സിന് മുകളിലോട്ടോ താഴോട്ടോ മൂവ്മെന്റ് തിരക്കാൻ പറ്റാതായി അവര് സ്കാൽപ്പിങ് 5 പോയിന്റ് 6 പോയിന്റ് 10 പോയിന്റ് ഒക്കെ ഓപ്ഷനിൽ സ്കാൽപ്പ് ചെയ്ത് അവർ ചെറിയ പ്രോഫിറ്റ് എടുത്ത് പോകും. അവരെ കൊണ്ട് ശക്തി കാണൂല, അവരെ കൊണ്ട് എന്താണ് മുകളിലോട്ട് കൊണ്ടുപോകാനോ താഴോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി അവർക്കില്ല. അതുകൊണ്ട് എന്ത് പറ്റും, മാർക്കറ്റ് ആ POCയുടെ ഭാഗത്ത് തന്നെ കിടന്ന് കളിക്കും. ഇതിനെ പറഞ്ഞ പേര് നോർമൽ ഡേ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോർമൽ ഡേ നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് അപ്പൊ എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് കടക്കാം. സോ നമുക്ക് ഈ നോർമൽ ഡേയുടെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിക്കോളൂ. ലാർജ് IB ഉള്ള ദിവസമാണ് ഈ ദിവസം. ഏകദേശം നിഫ്റ്റിയുടെ ഹൈ വന്ന് 22,211, ലോ വന്ന് 22,077 വഴി. ഈ ഭാഗത്ത് ബ്രേക്ക്ഔട്ട് വരാതെ മാർക്കറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ ഏത് ഭാഗത്ത് കിടന്ന് കളിച്ചു, POCയുടെ ഭാഗത്ത് കിടന്ന് കളിച്ചു. അതേപോലെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലാർജ് IB നിഫ്റ്റി 22,124 ആണ് IB-യുടെ ഹൈ വന്നിരിക്കുന്നത്. 22,841 ആണ് ഇന്നത്തെ IB-യുടെ ലോ. ഏകദേശം കൃത്യം പറഞ്ഞാൽ 300 പോയിന്റോളം വലിയ ലാർജ് IB കിടന്നിട്ട് ഓരോ പ്രാവശ്യം എക്സിഷൻ തരുമ്പോഴും അത് ഫെയിലിയർ ആയി തിരിച്ച് എവിടെ വന്ന് ക്ലോസ് ആവുന്നു, POCയിൽ എവിടെ വന്ന് ക്ലോസ് ആവുന്നു. ഇങ്ങനത്തെ ദിവസത്തെ പറയുന്ന പേരാണ് നമ്മളെന്ത് പറയും, ഇതിനെ പറയും നോർമൽ ഡേ എന്ന് പറയും. എന്താണ് നോർമൽ ഡേ? അതായത് ബിഗർ ടൈം ഫ്രെയിം പ്ലെയർ. ഇവിടെ നിങ്ങൾക്ക് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു P ഷേപ്ഡ് പ്രൊഫൈൽ ആണ്. അതായത് ഇവിടെ ഇത്രയും ഭാഗത്ത് ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. അത് അർത്ഥം എന്ന് വെച്ചാൽ ബിഗർ വൺ ടൈം പ്ലെയേഴ്സ് വന്ന് ഇതിൽ എൻ്റർ ആയിട്ടുണ്ട്. എൻ്റർ ആയ ശേഷം അവർക്ക് എക്സ്റ്റൻഷൻ തരാനുള്ള താല്പര്യം ഇല്ല. അപ്പൊ എന്ത് വരുന്ന ബാക്കിയുള്ള സമയം മൊത്തം POCയുടെ ഭാഗത്ത് കിടന്ന് കളിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങളെ പറയുന്ന പേരാണ് നോർമൽ ഡേ. ഈ നോർമൽ ഡേ സമയത്ത് നമുക്ക് മാക്സിമം നിങ്ങൾ ഓർത്തോളുക, നമുക്ക് ഒരിക്കലും എക്സ്റ്റൻഷൻ വന്നാൽ ടാർഗറ്റ് കിട്ടില്ല. നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ ചെറിയ സ്കാൽപ്പിംഗ് മാത്രമേ, ചെറിയ പോയിന്റിലുള്ള സ്കാൽപ്പിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. നമുക്ക് ഇനി നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത കേസ് നോക്കാം. നമുക്ക് നോക്കേണ്ടത് ഇനി നമുക്ക് നോക്കേണ്ടത് നോർമൽ ഡേ കഴിയും. നോർമൽ ഡേ എന്താണ്? നോർമൽ ഡേയ്സ് ആർ വി വിൽ ഹാവ് എ വൈഡ് റേഞ്ച് വരും. IB ബ്രേക്ക് ആയാൽ അത് ഫെയ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ലാർജ് ടൈം ഫ്രെയിം പ്ലേയേഴ്സ് എൻ്റർ ആയെങ്കിൽ കൂടെ അതെന്ത് പറ്റും, അവർ നമുക്ക് ടാർഗറ്റ് തരില്ല. ടാർഗറ്റ് തരാത്തത് കാരണം എന്ത് പറ്റും, നമുക്കത് കിട്ടില്ല. അടുത്ത മൂന്നാമത്തെ പറഞ്ഞാൽ നമുക്ക് എന്താണ്, പ്രൈസ് എപ്പോഴും POCയുടെ ഭാഗത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഇതിനെ പറഞ്ഞ പേരാണ് ലാർജ് IB ഡേ എന്ന് പറയും. ലാർജ് IB ഡേ ക്ലിയർ ആവുന്നുണ്ടല്ലോ. നമുക്ക് ലാർജ് IB ഡേ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തോളൂ ലാർജ് IB ഡേ അതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത നോക്കുകയാണ് നോർമൽ വേരിയേഷൻ ഡേ. നോർമൽ വേരിയേഷൻ ഡേ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഇംബാലൻസ് പ്രൊഫൈൽ, അതായത് IB എക്സെഷൻ നടക്കുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് നോർമൽ വേരിയേഷൻ ഡേ. IB എക്സെഷൻ നടക്കുന്ന ദിവസങ്ങളിൽ പറഞ്ഞ പേര് നോർമൽ വേരിയേഷൻ ഡേ എന്ന് പറയും. ഇതിനകത്ത് വൺ ടൈം പ്ലെയർ ഇതിൽ ആക്റ്റീവ് ആയിരിക്കും. അതായത് ബയറോ അല്ലെങ്കിൽ സെല്ലറോ ആയിക്കോട്ടെ, അവർ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും, നമുക്ക് ടാർഗറ്റ് കിട്ടുകയും ചെയ്യും.
അതേ അറിയാലോ, ലോങ് ടൈം ഫൈം പ്ലേയേഴ്സ് ആർ വെയിറ്റിംഗ് ഫോർ ദ മാർക്കറ്റ് ടു സെറ്റിൽ ഡൗൺ വെർ ദേ കൺസിഡർ ദ പ്രൈസ് ടു ബി ഫെയർ ആൻഡ് ദേ ടേക്ക് കൺട്രോൾ ഹു ഡ്രൈവ്സ് ദ മാർക്കറ്റ് ആൻഡ് സിക്കോ ഡിക്കോ ശേഷം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഔട്ട് വരും. ഇത് എങ്ങനെ വരെ പോകും? നമുക്ക് ചിലപ്പം 2IB അഥവാ 3A, അഥവാ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് IB എക്സിഷൻ റേറ്റ് സെറ്റപ്പിന്റെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിനെ പറഞ്ഞ പേരാണ് നോർമൽ വേരിയേഷൻ. നോർമൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ IB എക്സിഷൻ ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ആദ്യത്തെ 1 മണിക്കൂറിന് മുകളിലോ താഴോട്ടോ മാർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഹാഫ് IBയും 1IBയും 2IBയും ടാർഗറ്റ് തരുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ. സോ ഇതിൽ നമുക്ക് ആലോചിക്കണം, ഡി പീരീഡിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ബയർ അല്ലെങ്കിൽ സെല്ലർ ടേക്കൺ കെയർ ഓഫ് ചെയ്യുകയും അതോട്ട് നമുക്ക് ടാർഗറ്റ് തരികയും ചെയ്യും. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഡേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ എന്തിനാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കേണ്ടത്? അപ്പൊ അത് കൃത്യമായി ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കൂ നിങ്ങൾ, നമ്മുടെ മാർക്കറ്റിലെ ഇന്നലത്തെ മാർക്കറ്റാണ്, ഇന്നലെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ നമ്മുടെ മാർക്കറ്റില് എ പീരീഡിൽ ഒരു ചെറിയ സിംഗിൾസ് വന്നു, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പ് പോവുകയും തിരിച്ചു എന്നിട്ട് IB എക്സിഷൻ ബി, അതായത് 22,618 ബ്രേക്ക് ആയി കഴിഞ്ഞ സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒറ്റയടിക്ക് താഴോട്ട് ഇറങ്ങി എവിടം വരെ പോയി? ഫസ്റ്റ് ടാർഗറ്റും തന്നു, അത് കഴിഞ്ഞ് സെക്കൻഡ് ടാർഗറ്റിൽ നിന്ന് തിരിച്ച് ഏകദേശം ഫസ്റ്റ് ടാർഗറ്റിന്റെ ഭാഗത്ത് ക്ലോസ് ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് നോർമൽ വേരിയേഷൻ ഡേ. ഇന്നലത്തെ മാർക്കറ്റിൽ ഡൗൺ ആയതുകൊണ്ട് ഇതിന്റെ നോർമൽ വേരിയേഷൻ ഡേ, ഡൗൺ ഡേ, അതായത് നമ്മൾ IBയുടെ താഴെ IB ലോ ബ്രേക്ക് താഴെ പോയത് കൊണ്ട് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്ന് പറയും. ഇൻ കേസ് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, നമുക്ക് ചില ദിവസങ്ങൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ ഈ നിഫ്റ്റി നോക്കി, ചില ദിവസങ്ങൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് കണ്ടോ, നിഫ്റ്റി കൃത്യമായിട്ട് പറഞ്ഞ ഈ ഒരു ദിവസം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പീരീഡ് ശേഷം ഡിക്ക് ശേഷം നല്ല മൂവ്മെന്റ് വന്നു, ഏകദേശം മോളിലോട്ട് പോകുന്ന ഫസ്റ്റ് ടാർഗറ്റ് തന്നു, സെക്കൻഡ് ടാർഗറ്റ് തന്നു, തേർഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഏകദേശം അവിടെ വരെ തിരിച്ച് റിവേഴ്സ് ചെയ്തു. അപ്പൊ ഈ ദിവസത്തെ പറയുന്ന പേരാണ് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ. സോ നോർമൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടൈം ഫ്രെയിം പ്ലെയർ ആക്റ്റീവ് ആയിരിക്കും. IBയുടെ മുകളിൽ IB ഹൈയുടെ മുകളിലോ IB ലോയുടെ താഴെയോ മാർക്കറ്റ് പോവുകയും ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് തരുന്ന ദിവസങ്ങൾ, ഇവിടെ ഫസ്റ്റ് തന്നു സെക്കൻഡ് തന്നു, ഈ ദിവസങ്ങൾ ഏതാത്ത ദിവസം 22 ഈ ഏപ്രിൽ 22 ഫസ്റ്റും സെക്കൻഡ് ടാർഗറ്റ് തന്നു. അതേപോലെ ഇന്നലെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും താഴോട്ട് നിന്നു. അപ്പൊ ഇത് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേയും ഈ കഴിഞ്ഞ ഈ ഒരു ദിവസത്തെ നമ്മൾ എന്ത് പറയും? നോർമൽ വേരിയേഷൻ അപ്പ് ഡേ എന്ന് പറയും. സോ എപ്പോഴും ഓർത്തോളുക, നോർമൽ വേരിയേഷൻ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് കിട്ടും. നമുക്ക് ആ ദിവസങ്ങളിൽ നമുക്കൊരു എക്സഷൻ നടക്കുകയും ഡിക്ക് ശേഷം പോസ്റ്റ് ഡി, അതായത് C പീരീഡിനും ഡിക്ക് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് നല്ലൊരു രീതിയിൽ മാർക്കറ്റ് പോകാനുള്ള ചാൻസും ഉണ്ട്. സോ നമ്മൾ നോർമൽ ഡേയും നോർമൽ വേരിയേഷൻ ഡേയും പഠിച്ചു. നമുക്ക് നാളെ നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ദിവസമാണ്. നാളത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ന്യൂട്രൽ ഡേയും ഏതാണ് അടുത്ത നാളത്തെ നമ്മൾ വീഡിയോ 2 കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ഏതാ പഠിക്കുക? നാളത്തെ വീഡിയോ പഠിക്കാൻ പോകുന്നത് ന്യൂട്രൽ ഡേയും ന്യൂട്രൽ എക്സ്ട്രീം ഡേയും നാളത്തെ വീഡിയോ പഠിക്കുക. അതിനൊപ്പം നോൺ ട്രെൻഡിങ് ഡേക്കകത്തുള്ള ദിവസങ്ങളാണ് 4 ദിവസങ്ങൾ. ഏതൊക്കെയാണ്? നോർമൽ ഡേ, നോർമൽ വേരിയേഷൻ ഡേ, പിന്നെ 2 ദിവസം നമുക്കുള്ളത് പഠിക്കാനുള്ളത് ന്യൂട്രൽ ഡേ, ന്യൂട്രൽ എക്സ്ട്രീം ഡേ. അതുകൊണ്ട് അടുത്ത വരാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. സോ എല്ലാവരും ഞങ്ങൾ ഈ മാർക്കറ്റ് പ്രൊഫൈലിലെ പോഡ്കാസ്റ്റ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, കേൾക്കുക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ആക്കുകയുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും നിങ്ങളെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യമുള്ള ട്രേഡിംഗ് ഫ്രണ്ട്സിന് എല്ലാം ഇത് കൊടുക്കുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ.